പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കര ഗായകനായ പി ജയചന്ദ്രനുമായി ഏതാണ്ടൊരു 4 ദശകത്തിന് മുകളിൽ ബന്ധം സ്ഥാപിച്ചിരുന്ന ശ്രീ പ്രദീപ് കുമാറിനെയാണ്. സംഗീതത്തിലൂടെ അടുപ്പം സ്ഥാപിച്ച് ഒരുപക്ഷെ പി ജയചന്ദ്രൻ്റെ ഇല്ലാത്ത ജയചന്ദ്രൻ്റെ പാട്ടിൻ്റെ ശേഖരം മുഴുവനുള്ളത് പ്രദീപ് കുമാറിൻ്റെ കയ്യിലാണ്. പ്രദീപ് കുമാർ ജയചന്ദ്രനെ ഓർമ്മിക്കുന്നു. സ്വാഗതം ശ്രീ പ്രദീപ് കുമാർ. നമസ്കാരം. ഈ മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല. അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ഒരു കാതിൽ യേശുദാസ്, മറുകാതിൽ ജയചന്ദ്രനാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതെ. ആർക്കാണ് മുൻതൂക്കം എന്നുള്ളതിൽ ഇല്ല, അത് കമ്പയറബിളായ സാധനങ്ങളല്ല. യേശുദാസിനെയും ജയേട്ടനെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ജയേട്ടൻ പാടുന്ന ഓരോ ലെവലിലാണ് ജയേട്ടൻ്റെ പാട്ടെന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ശുദ്ധ സംഗീതം തരുന്നൊരു ഉപകരണമാണ് ട്യൂണിംഗ് ഫോർക്ക്. ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്താൽ കിട്ടുന്ന ശബ്ദത്തിൻ്റെ അതേ നാദമാണ് ജയേട്ടൻ്റെ കണ്ടെത്തി നിന്ന് വരുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു നാദം ഉണ്ടായെന്ന് വെച്ചാൽ ദൈവനിശ്ചയം. അപ്പോൾ ഞാൻ ജയേട്ടന് പറയുന്നത് തന്നെ തങ്കവിഗ്രഹം, സ്വർണത്തിൻ്റെ നിറമാണ്. ഈ ഈശ്വരൻ്റെ അവതാരമല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റത്തില്ല. വെറുതെ ജയേട്ടനൊന്ന് മൂളിയാൽ പോലും ആ മൂളുന്നതിനകത്തും കുറേ ഗമകങ്ങളും എന്തൊരു സുഖമെന്ന് അറിയാതെ കേൾക്കാനായിട്ട്. വെറുതെ ഒന്ന് മൂളിയാൽ മതി. അത് ഞാൻ മൂളൽ പോലും ഞാൻ ജയേട്ടൻ വീട്ടിൽ ഇരുന്ന് മുഴുവൻ പോലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മൂളിലിരുന്ന് കേൾക്കും. അതിനകത്ത് പോലും ജയേട്ടൻ അതിനകത്തുള്ള ലയം ഭയങ്കരമാണ്. ജയേട്ടൻ്റെ ശബ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്തുള്ള ലയമാണ്. പിന്നെ ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ സോഫ്റ്റ് ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ പോലെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അത് കാതിന് ഭയങ്കര സോഫ്റ്റാണ്. എന്നാൽ അതിൽ ബേസ് ഉണ്ട്. വളരെ ലോ വോയിസിൽ പോകാൻ പറ്റും, വളരെ ഹൈയിൽ പാടാൻ പറ്റും. എന്നാൽ ഇത്രയൊക്കെ ജയേട്ടന് നല്ല ലോയിലാണ് പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം നാദം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ട്യൂണിംഗ് ഫോർക്കിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. അത് ജയേട്ടൻ്റെ വോക്കൽ കോഡ് നാദം തന്നെയാണ്. അതിനി ഉണ്ടാവില്ല. അത് ഇനി ആ പ്രകൃതിയിൽ ഒരു ജന്മം ഉണ്ടായി, അത് കഴിഞ്ഞു. അത് നമുക്ക് ഭാഗ്യമില്ല. കുറച്ച് നാളുടെ ഈ പാട്ട് കേൾക്കാനുള്ള ഭാഗ്യം മലയാളിക്കില്ലാതെ പോയി. ശരിക്കും പറഞ്ഞാൽ മലയാളി ജയേട്ടനെ നേരെ ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും ഒരുപാട് നാൾ ജയേട്ടൻ പാട്ട് വളരെ കുറഞ്ഞ അവസരങ്ങളിൽ കാസറ്റും മറ്റു ഭാഷകളിലും പാടിയാണ് ജയേട്ടൻ പിടിച്ചു നിന്നത് തന്നെ. മനഃപൂർവ്വം മലയാളത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്താണ്. എത്രയോ സംഗീത സംവിധായകർ ജയേട്ടൻ്റെ പാട്ട് മനഃപൂർവ്വം കൊടുക്കാതിരുന്നിട്ടുണ്ട്. പിന്നീട് ജയേട്ടൻ പണ്ട് എവിടെ പോയാലും ജയേട്ടനോടൊപ്പം ഞാൻ കൂടെ കാണും. അപ്പോൾ പലരും സംസാരിക്കുമ്പോഴത്തേക്ക് കൂടെ പറയും, ഞാൻ നിനക്ക് പാട്ടൊന്നും തരുന്നില്ല അല്ലേടാ എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ എടാ പോടാ വിളിയുള്ളവർ പോലും ഒരു പാട്ടിൻ്റെ ഒരവസരം വരുമ്പോഴത്തേക്ക് ജയേട്ടനോട് ആ തരത്തിലാണ് പെരുമാറുന്നത്. അത് ജയേട്ടനോടത്തുള്ള എന്താണെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജയേട്ടൻ ഒരിക്കലും ബാക്കിലോട്ട് പോകേണ്ട ഒരു വ്യക്തിയല്ല. മലയാളിക്ക് അഹങ്കാരമെന്ന് ഒരിക്കലും എവിടെ എന്ത് പറഞ്ഞാലും മലയാളി അഹങ്കാരിയാണെന്ന്, മലയാളിയുടെ അഹങ്കാരമാണെന്ന്, മലയാളിയുടെ ഭാഗ്യമാണ് ജയിച്ചത്. അഹങ്കാരം എന്ന് പറയരുത്, ഭാഗ്യമാണ്. ദൈവമായിട്ട് മലയാളിക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചു, പാടി. അവസാനത്തെ പാട്ട് പാടിയതും ഗുരുവായൂരപ്പനെ കുറിച്ച്. എന്നിട്ട് ആ സ്വർഗവാതിൽ ഏകാദി ദിവസം ജയേട്ടൻ പോവുകയാണ് നമ്മളെ വിട്ടിട്ട്. അതൊരു നിമിത്തം മാതിരിയാണ്. അപ്പം ഗുരുവായൂരപ്പൻ തന്നെയാണ് ജയേട്ടൻ. അപ്പം ജയേട്ടനോട് ചോദിക്കും, ജയേട്ടൻ എങ്ങനെ ഇത്രയും ഭാവം എങ്ങനെ കൊടുക്കുന്നത്? അറിഞ്ഞൂടാ, ഈശ്വരൻ എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ മലയാളം എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും പറയും യേശുദാസ് അതാണ് എന്ന് കൂട്ടിച്ചേർത്ത് കളയും. പക്ഷേ അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ ജയചന്ദ്രന് കിട്ടാതെ പോയോ എപ്പോഴെങ്കിലും? ഉണ്ട്. ആ ജയേട്ടൻ വന്ന് അല്പം താമസിച്ചു പോയി. അവിടെയാണ് ഈ പറ്റി തരാം. ജയേട്ടൻ വരുമ്പോഴത്തേക്ക് യേശുദാസ് ഓൾറെഡി കുറച്ച് മോഡിലായി കഴിഞ്ഞു. അതിനുശേഷമാണ് ജയേട്ടൻ പാടി തുടങ്ങുന്നത്. അപ്പോൾ ജയേട്ടൻ ആ കയറി വരാൻ കുറച്ച് സമയം വ്യത്യാസം വന്നു. ആ ഒരു വ്യത്യാസം അവസാനം വരെ അതൊന്ന് ഫീൽ ചെയ്ത് പോയി. അപ്പോഴത്തേക്കും യേശുദാസ് കുറേ മോഡിൽ പോയി കഴിഞ്ഞു. യേശുദാസ് ഒരിക്കലും ഒരു എന്താ പറഞ്ഞിട്ട് നമുക്ക് കമ്പയറബിൾ ചെയ്യാൻ പറ്റില്ല ആരും. അത്ര ഒരു ലെവലിലുള്ളൊരു ഗായകനാണ്. യേശുദാസിൻ്റെ ശബ്ദവും വളരെ സൂപ്പറാണ്. യേശുദാസിൻ്റെ ലയം വളരെ നല്ലതാണ്. പഴയ ദേവരാജൻ മാസ്റ്ററുടെയും അർജുനൻ മാസ്റ്ററുടെയും യേശുദാസിൻ്റെ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എത്ര സൂക്ഷിച്ചാണ് ആ ദാസേട്ടൻ അത് പാടിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതേപോലെ സൂക്ഷിച്ച് അതിലേറെ ഭാവം കൊടുത്താണ് ജയേട്ടൻ പാടുന്നത്. ജയേട്ടൻ പാടുമ്പോഴത്തേക്ക് കൽക്കണ്ടത്തിൻ്റെ പുറത്ത് അല്പം തേനും കൂടെ ഒഴിച്ചൊരു സുഖമാണ്. കൽക്കണ്ടം തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടെ വെച്ചാൽ എന്തായിരിക്കും? അതാണ് ജയേട്ടൻ്റെ ശബ്ദം, ജയേട്ടൻ്റെ ആ സ്റ്റൈൽ ഓഫ് സിംഗിങ്. അത് വേറെ ആരും ഞാൻ പാടി കേട്ടിട്ടില്ല. വേറെ ആരെക്കൊണ്ടും ജയേട്ടന് പാടാൻ പറ്റുന്നത്. ജയേട്ടൻ പെട്ടെന്നാണ് ഹൈയിൽ പോകുന്നത്, വളരെ പെട്ടെന്ന് തിരിച്ച് ലോയിൽ വരികയും ചെയ്യും.
എപ്പോഴാണ് ഹൈയിൽ കയറി പോകണമെന്ന് പറയാൻ പറ്റില്ല. ജയേട്ടൻ ഹൈയിലോട്ട് പോകണം, നമുക്ക് കൂടെ പാടുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാകുക ചേട്ടൻ അത്രയും ഹൈയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പം യേശുദാസിനോടൊപ്പം അങ്ങനെ ആ തട്ടിൽ നിൽക്കാൻ കഴിയാതെ പോയത്? അതൊരു ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസം കൊണ്ട് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലൊരു ചെറിയ ഗ്യാപ്പ് വന്നത് ആ സമയം കൊണ്ട് യേശുദാസ് വളരെ മുകളിലായി. ആദ്യത്തെ കുറേ നല്ല പാട്ടുകൾ യേശുദാസ് പാടി അങ്ങ് മുകളിലായി കഴിഞ്ഞപ്പം ജേട്ടൻ പിന്നീടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് കൂടെ എത്താൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ ചില വർഷങ്ങളിൽ യേശുദാസ് പാടിയതുപോലെ തുല്യമായിട്ട് ജേട്ടന് പാടിയിട്ടുണ്ട്. 78, 77, 79 കാലങ്ങളിൽ ജേട്ടന് വളരെയധികം പാട്ടുകളുണ്ടായിരുന്നു. അന്ന് പല സിനിമകളിലും ജേട്ടൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. മെയിൽ വോയിസ് ജേട്ടൻ മാത്രം പാടിയ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജേട്ടൻ ഒരിക്കലും മലയാളത്തിൽ നിന്ന് അങ്ങനെ പുറന്തള്ളിയിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് കുറച്ചൊരു 15 വർഷത്തോളം മലയാള സിനിമയിൽ പാട്ടേ ഇല്ലാതെ പോയി. വളരെ കുറവായിരുന്നു. ഉണ്ട് പാട്ടുകൾ, പക്ഷേ പറയാൻ മാത്രം എണ്ണമൊന്നും ഇല്ലാതെ പോയി. 2000-ന് ശേഷം ജേട്ടൻ വീണ്ടും തിരിച്ചു വന്നു. ഈ ജേട്ടൻ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് എല്ലാ കാലവും എല്ലാ വർഷവും ജേട്ടൻ സിനിമയിൽ പാടിയിട്ടുണ്ട്. ഹിറ്റുകളും ഉണ്ടായിരുന്നു. ലോകത്ത് വേറെ ഒരു ഗായകനും ഇത്രയും വർഷം പാടിയിട്ടില്ല. 16,000-ലധികം ഗാനങ്ങൾ. 16,000 വരത്തില്ല, അത് പറയുന്നത് വെറുതെ പറയുന്നത്. അത്രയും കണക്ക് വരികയുണ്ട്. അത്രയൊന്നും അത് ആരും പാടിയിട്ടില്ല. ഗിന്നസ് റെക്കോർഡ് പ്രകാരം ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് പി സുശീലാമ്മയാണ്, 17,000 സംതിങ്. നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ട് പാടി എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് റാഫി പോലും 4,500 പാട്ടേ ആകെ സിനിമയിൽ പാടിയിട്ടുള്ളൂ. നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് അന്നത്തെ ഏറ്റവും ഹിറ്റുകൾ പാടുന്ന ഇവരാം എല്ലാ പാട്ടും ഇവർ പാടിയെന്നൊരു തോന്നൽ വരും. അത്രയും വരത്തില്ല. എന്നാലും ഒരു അറൗണ്ട് 10,000 സോങ്സ് ജേട്ടൻ എല്ലാത്തിനും കൂടെ പാടിയിട്ടുണ്ടാവും. ഈ സംഗീതം, നൃത്തം, ഇതിനകത്തൊക്കെ പലപ്പോഴും വല്ലാത്ത ഒരുതരം മത്സരവും കുതികാൽ വെട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജേട്ടൻ്റെ ഉള്ളിൽ അതൊന്നുമില്ല. ജയേട്ടൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. പക്ഷേ ജയചന്ദ്രനെ പലപ്പോഴും പലരും ചവിട്ടി താഴേക്ക് കൊണ്ടുപോയി. ഫീൽഡിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. മനഃപൂർവ്വം കൊടുക്കാത്ത 2 സിനിമയിൽ കൊടുക്കും, അടുത്ത സിനിമയിൽ കാണില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ജയേട്ടൻ നേരത്തെ പാടിയ പാട്ട് ഹിറ്റാവാഞ്ഞിട്ടല്ല, പക്ഷെ പിന്നെ കൊടുത്തിട്ടില്ല. ആ സിനിമാ ലോകത്തിൻ്റെ കളിയാണ്. അത് സിനിമ ഫീൽഡിനകത്തുള്ള കാര്യങ്ങളായിരിക്കണം. അത് എന്താണെന്ന് ഞാൻ സിനിമ ഫീൽഡിലുള്ള ആളല്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ വ്യക്തമായി. എന്തോ ജേട്ടനെ ഇതിനകത്തുനിന്ന് പലരും ചേർന്ന് ജേട്ടനെ മാറ്റിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അത് എന്തൊക്കെയോ ഇതിനകത്ത് ബാക്കിൽ എന്തൊക്കെയോ കളിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അല്ലാതെ ഒരിക്കലും അങ്ങനെ വരില്ല. അപ്പം എനിക്ക് തോന്നുന്നു ജയചന്ദ്രനോടൊപ്പം അതിന് മുകളിൽ നിൽക്കുന്നത് യേശുദാസ് ആണല്ലോ. ഇവർ തമ്മിലായിരുന്നോ മത്സരം? ഇല്ല, അവർ തമ്മിൽ ഒരിക്കലും മത്സരിച്ചിട്ടേ ഇല്ല. യാതൊരു തരത്തിലുള്ള ഈർഷ്യയും ഉണ്ടായിട്ടില്ല. ഇല്ല ഒന്നുണ്ട്. അത് ജയേട്ടനും യേശുദാസും ഭയങ്കര തിരക്കായപ്പോഴത്തേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാറ് പോലും ഇല്ലായിരുന്നു. വല്ലപ്പോഴും ഒന്നിച്ചിട്ട് വലിയ രണ്ടും കൂടി ചേർന്ന് ഒന്നിച്ച് പാട്ട് വരുമ്പോഴേ ഒരു തമ്മിലൊക്കെ ദാസേട്ടൻ അതിനൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. പലരും പറയുന്ന യേശുദാസ് കാരണം പലരുടെയും അവസരം പോയി എന്നൊക്കെ, അതൊക്കെ വെറുതെ പറയുന്നത്. ദാസേട്ടൻ ഒരു ദിവസം 18, 20, 22 പാട്ട് പാടാൻ നിൽക്കുന്ന ഒരാളിന് വേറെ ആര് വരുന്നു എവിടെ പോകുന്നു നോക്കാനുള്ള സമയമൊന്നുമില്ല. പാടുക, അടുത്ത സ്റ്റുഡിയോയിൽ പോവുക, വീണ്ടും പാടുക, അടുത്ത സ്റ്റുഡിയോയിൽ പോവുക, രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് എത്രയും നാളെ എയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത വ്യക്തികൾ 2 പേര്, ഒന്ന് SP ബാലസുബ്രഹ്മണ്യവും ഒന്ന് യേശുദാസുമായിരുന്നു. ഇങ്ങനെ ഓടി നടന്ന് പാടിയവരാണ്. അപ്പോൾ അതുകൊണ്ടല്ല, ജേട്ടൻ വന്ന കാലഘട്ടത്തിനൊരു വ്യത്യാസം. പിന്നെ ജേട്ടൻ കുറച്ച് താമസിച്ചു പോയി. പിന്നെ ജേട്ടൻ ആരുടെയും പറയുകയോ പോകത്തില്ല, ആരെയും താങ്ങത്തില്ല, ആ ഒരു രീതിയുണ്ട് ജേട്ടൻ്റെ. പിന്നെ ജേട്ടന് ക്ലാസിക്കൽ അറിയില്ല എന്നുള്ള ഒരു രീതിയിൽ ജേട്ടനെ എല്ലാവരും കുറച്ച് ബാക്കിലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്നത്തെ സംഗീത സംവിധായകരെല്ലാം ക്ലാസിക്കൽ ബേസ്ഡായിട്ടുള്ള ആൾക്കാരായിരുന്നു. ജേട്ടൻ ക്ലാസിക്കൽ പഠിച്ചില്ല എന്ന് പറഞ്ഞൊരു പരാതി ദേവരാജൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാസിക്കൽ പഠിച്ചിരുന്നെങ്കിൽ ജേട്ടൻ ഇത്രയും നന്നായിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ ഈ യേശുദാസ് കാരണം പിന്നെ അവസരം കിട്ടാതെ പോയി എന്ന് പലരും അതൊക്കെ വെറുതെ പറയുന്നത്. അന്നവന് ജേട്ടൻ്റെ അവസരം ആരും എടുത്ത് കളഞ്ഞില്ലല്ലോ. ജേട്ടനെ കുറച്ച് നല്ല സിനിമയിൽ നിന്ന് പോയി, അതിന് വേറെ എന്തെങ്കിലും റീസൺ ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂടാം. അത് യേശുദാസ് ഒന്നുമില്ല അതിന് കാരണം. അവരൊന്നും ഇതിനകത്ത് വരുന്നേയല്ലേ, അവർ തമ്മിൽ അങ്ങനെ പണങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ സിനിമയിൽ ബോധപൂർവമായിരുന്നു എന്നുള്ളത് ആയിരിക്കാം. പക്ഷേ പിന്നെ 2000-ന് ശേഷം ജേട്ടൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ ഇന്നുമാത്രം സിനിമയിൽ ജേട്ടൻ പിന്നീട് പാടി. പക്ഷെ ചില സംഗീത സംവിധായകർ ചിലർ കൊടുത്തിട്ടില്ല, അതെന്താണെന്ന് അറിഞ്ഞില്ല. ചിലർക്ക് യേശുദാസിൻ്റെ ശബ്ദത്തിനോടുള്ള ഒരു കൂടുതൽ ലയം കൊണ്ട് എൻ്റെ പുറകെ പോയതായിരിക്കും. അന്ന് എല്ലാവർക്കും ഒരു ക്രൈസായിരുന്നു യേശുദാസിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. അതങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ജേട്ടൻ ഇപ്പോൾ ഒന്ന് മങ്ങിയതുപോലെ ആയിപ്പോയി. ജേട്ടൻ ഒരിക്കലും മോശമൊന്നുമല്ല. ഈ അങ്ങനെ സിനിമയിൽ ജയചന്ദ്രനെ ചവിട്ടി താഴ്ത്തിയ ആരെയെങ്കിലും എടുത്തു പറയാനായിട്ടുണ്ടോ? ഇല്ല. അന്ന് ആ ഒരു പീരിയഡ്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ പ്രൊഡ്യൂസർമാരും അന്ന് പ്രൊഡ്യൂസർമാരാണ് കൂടുതൽ തീരുമാനിക്കുന്നത്. സംഗീത സംവിധായകരൊക്കെ കാണുവാനകത്ത്. അത് ഞാൻ ആ ഫീൽഡിലുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര വ്യക്തമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ജേട്ടൻ ഇതിനെക്കുറിച്ചൊന്നും ബോധറിയിട്ടില്ല കേട്ടോ. ജേട്ടൻ ഇതൊന്നും ചിന്തിക്കുന്ന ആളേ അല്ല. നമ്മൾ വിചാരിക്കുന്ന ലെവലിലല്ല ജേട്ടൻ കാണുന്നത്. സോ ആ പാട്ടില്ലെങ്കിൽ ഇല്ല, വരുമ്പം പാടും. ഞാൻ പറഞ്ഞു ജേട്ടൻ ഈ വർഷം അവാർഡ് എന്തെങ്കിലും കിട്ടുമോ? അതിനെനിക്ക് വലിയ പാട്ടൊന്നുമില്ല, പിന്നെ എങ്ങനെ അവാർഡ് ഇടുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ പാട്ട് വരും.
അങ്ങനെ കരുതുന്നുള്ളൂ ചേട്ടൻ, അത്രേ കരുതുള്ളൂ. ഇതൊന്നും അല്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ ചേട്ടൻ അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരാൾ കള്ളം കാണിക്കുമെന്ന് പറഞ്ഞാൽ അതെന്തിനാണ് ഈ കള്ളം കാണിക്കുന്നത്, ഈ കള്ളം എന്താണെന്ന് ചേട്ടൻ അറിഞ്ഞൂടാ. ഭയങ്കര സ്ട്രൈറ്റാണ് ചേട്ടൻ. ഈ പ്രദീപിൻ്റെ ജയചന്ദ്രൻ്റെ ഇല്ലാത്ത ശേഖരമാണ്. ചേട്ടൻ്റെ വളരെ കുറച്ച് പാട്ടേ ഉള്ളൂ. അത് ചേട്ടൻ മദ്രാസിൽ നിന്ന് തൃശ്ശൂരിലേക്ക് താമസം മാറിയപ്പോഴത്തേക്ക് എനിക്ക് തന്നു അതെല്ലാം. ബാക്കി എൻ്റെ വീട്ടിൽ നിന്നിരുന്നാണ് ഈ പാട്ട് കേൾക്കുന്നത്. ആ പാട്ട് വയ്ക്കൂ, ഈ പാട്ട് വയ്ക്കൂ. ആ പാട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അന്ന് പാടിയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടിരുന്ന് മൂളും. ഇതൊക്കെ ചിലപ്പോൾ 4, 5, 6 മണിക്കൂർ ഇതിൻ്റെ പുറകിലായിരിക്കും നമ്മൾ. പാട്ടുകൾ കുറേയൊക്കെ ഓർമ്മയുണ്ട്, കുറേയൊക്കെ മറന്നുപോയി. ഇത് ഞാൻ പാടിയതാണോ, ഇത് ഏത് വർഷം പാടിയതാണ്, ഉടനെ റെക്കോർഡിൻ്റെ പുറത്ത് ഇയർ എഴുതിയിട്ടുണ്ടാവും. ഒരിക്കലും വയ്ക്കൂ, അത് വയ്ക്കൂ, ഇത് വയ്ക്കൂ, എന്നിട്ട് പൊട്ടി ചിരിക്കും വരുന്നത്. അത് നമുക്ക് അതിശയമാണ്, ഇത്ര ഇന്നസെൻ്റ് ആയിട്ട് ഒരാൾ അങ്ങനെ ചിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പാടുവരുന്നു, ആ പാട്ടൊക്കെ ഇരുന്ന് പാടിത്തരും. ഇതിൻ്റെ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തരും. ആ റെക്കോർഡിങ്ങിന് പോയത്, ഈ റെക്കോർഡിങ്ങിന് പോയത്, ആ പാട്ട് ഹിറ്റ് ചെയ്തൊക്കെ പറയും. അപ്പോൾ എല്ലാ പാട്ടുകളും പ്രദീപിൻ്റെ ഉണ്ട്, മുഴുവൻ പാടിയിട്ടുള്ളത്, ലളിതഗാനങ്ങൾ ഉൾപ്പെടെ. ഉണ്ട്, 95% ഉണ്ട്. കുറച്ചൊന്നും ആരെ കയ്യിലുമില്ല. ചിലതൊന്നും ഇറങ്ങിയിട്ടില്ല, ചിലത് റെക്കോർഡ് ഇറങ്ങാതെ പോയതുണ്ട്, ചിലത് മാർക്കറ്റിൽ വരാതെ പോയതുണ്ട്. പല സിനിമകളും പിന്നെ ഇറങ്ങിയിട്ടില്ലല്ലോ റെക്കോർഡ് ചെയ്തതിന് ശേഷം. അങ്ങനത്തെ കുറച്ചേ ഇല്ലാതുള്ളൂ. ബാക്കി ഒരു 95% പാട്ടുകളും എൻ്റെ കയ്യിലുണ്ട്. അത് 86 വരെയുള്ളതെല്ലാം ഗ്രാമഫോൺ റെക്കോർഡായിട്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം ഞാൻ ഡിജിറ്റൈസ് പിന്നെ CD-യിലോട്ട് മാറ്റി. പിന്നെ കുറേ നാൾ കാസറ്റിൻ്റെ കാലമായിരുന്നു. ആ കാസറ്റ് തന്നെ ഒരു 500 വരും എൻ്റെ അടുത്തിരിക്കുന്നത്. ചേട്ടൻ്റെ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല അതിനകത്ത്. അതെല്ലാം ഇപ്പോൾ CD-യിലോട്ട് മാറ്റി. CD ഒരു അടുക്കുണ്ട് എൻ്റെ. ഇപ്പോൾ അതെല്ലാം ഹാർഡ് ഡിസ്കിലോട്ട് മാറ്റി. നിങ്ങൾ നിരന്തരമായി ടെലിഫോണിലൊക്കെ ബന്ധപ്പെടുമായിരുന്നു. ആണ്. ഈ അസുഖബാധിതനായതിനു ശേഷം എങ്ങനെയായിരുന്നു? എന്നെ ഒരു 2 മാസത്തിന് മുമ്പ് വരെ വിളിക്കുമായിരുന്നു. 2 മാസത്തിന് മുമ്പ് വിളിച്ച് ഒരു അരമണിക്കൂർ കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ. ഏറെ ദുഃഖിതനായിരുന്നു ആ സമയത്ത്. ചേട്ടനറിയാം, എനിക്ക് സുഖമില്ല എന്നേ പറയൂ, വേറൊന്നും പറയൂല ചേട്ടൻ. എനിക്ക് സുഖമില്ല, ശരീരം സുഖമില്ല. ക്ഷീണമുണ്ട് എന്ന് പറയും. ചേട്ടൻ അറിയാം ഈ കണ്ടീഷൻ ഇതാണെന്നുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.